ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. വൃന്ദാവനത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ് നിധിവനം. ഭഗവാന്റെ വൃന്ദാവന ലീലയിൽ ഭഗവാൻ ഗോപികമാരോടൊപ്പം രാസലീലയാടിയ സ്ഥലമാണ് നിധിവനം. ഇപ്പോഴും രാത്രികാലങ്ങളിൽ ഭഗവാൻ അവിടെ രാസലീലയ്ക്ക് എത്താറുണ്ട് എന്നാണ് വ്രജവാസികൾ പറയുന്നത്. കാരണം ഓടക്കുഴലിൻ്റെ നാദവും വളകളുടെയും ചിലങ്കയുടെയും ഒക്കെ ഒച്ചയും അവർക്കിപ്പോഴും അവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ്. നമ്മളിപ്പോൾ ഈ നിധിവനം കാണാൻ പോകുന്ന സമയത്ത് നിധിവനത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അതിന് ചുറ്റും കമ്പി കൊണ്ടൊരു പാത അവർ തീർത്തിട്ടുണ്ട്. ഈ പാതയിലൂടെ ചുറ്റി നടന്നിട്ടാണ് നമ്മൾ ഈ നിധിവനം കാണേണ്ടത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് അവിടുത്തെ വൃക്ഷങ്ങൾ തന്നെയാണ്. കാരണം 2 വൃക്ഷങ്ങൾ ചേർന്നിട്ട് ഇങ്ങനെ ആലിംഗനം ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്. ഒന്ന് ഭഗവാനും പിന്നെ ഒന്ന് ഗോപികയും. അങ്ങനെയാണ് വൃന്ദാവനവാസികൾ അതിനെക്കുറിച്ച് പറയുന്നത്. നിധിവനത്തിനുള്ളിലെ വൃക്ഷങ്ങൾ, അതേ ആകൃതിയിലുള്ള വൃക്ഷങ്ങൾ നമുക്ക് വൃന്ദാവനത്തിൽ മറ്റൊരു സ്ഥലത്തും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിനേക്കാളും വലിയൊരു അത്ഭുതം. പകൽ സമയങ്ങളിൽ നിധിവനത്തിനുള്ളിൽ നിറയെ കുരങ്ങന്മാരും പക്ഷികളും ഒക്കെയാണ്. എന്നാൽ സന്ധ്യ കഴിഞ്ഞാൽ ഈ കുരങ്ങന്മാരോ പക്ഷികളോ ആരും നിധിവനത്തിനുള്ളിലേക്ക് പ്രവേശിക്കാറില്ല. കാരണം ആ സമയം ഭഗവാന്റെ രാസലീലാ സമയമാണ്. എല്ലാ കാടുകളും കുരങ്ങന്മാർക്കൊന്നാണ് അല്ലേ? എല്ലാ വൃക്ഷങ്ങളും അവർക്കൊന്നാണ്. പക്ഷേ ഈ മിണ്ടാപ്രാണികൾ പോലും ഈ നിധിവനത്തെ വേറിട്ട് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹാ അത്ഭുതം. അപ്പോൾ നിധിവനം കാണാനുള്ള മഹാഭാഗ്യം ഇത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.